മോഡലും ആങ്കറുമൊക്കെയായ ഏഞ്ചൽ തോമസ് ആണ് ബിഗ് ബോസ് വീട്ടിലേക്ക് 17ാമത്തെ മത്സരാർത്ഥിയായി അന്ന് എത്തിയത്. സംസാരപ്രിയാണ് താനെന്ന് പറഞ്ഞുകൊണ്ടാണ് ആലപ്പുഴക്കാരിയായ ഏഞ്ചൽ തോമസ് ബേബി വീട്ടിലേക്ക് എത്തിയത്. ഫാഷൻ ഡിസൈനിങ്, MA സൈക്കോളജി ഒക്കെ കഴിഞ്ഞയാളാണ്. 5.5 വർഷമായി മോഡലിംഗ് രംഗത്തും ഉണ്ട്. താൻ ന്യൂ ജനറേഷനുമായി അധികം അടുത്തിട്ടില്ലെന്നും ഇപ്പോഴത്തെ 95 മോഡൽ നാട്ടിൻപുറംകാരിയാണെന്നും ചോറും മീൻകറിയും തൈരുമൊക്കെ മിക്സ് ചെയ്യുമെന്നും ഏഞ്ചൽ പറയുകയുണ്ടായി. ബിഗ് ബോസിലെത്തുന്ന സമയത്ത് 26 വയസ്സായിരുന്ന ഏഞ്ചൽ തോമസിന് പക്വതയുണ്ടെന്ന് ഞാൻ പറയുമെങ്കിലും വീട്ടുകാരെ സമ്മതിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഇരുന്ന് കരയരുതെന്ന് പപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. മണിക്കുട്ടൻ എനിക്ക് ഭയങ്കര ക്രൈസാണ്, ഏഞ്ചൽ ബേബി വീട്ടിലേക്ക് കയറി വരുന്നതിന് മുമ്പ് പറയുകയുണ്ടായി. മണിക്കുട്ടൻ എനിക്ക് ഭയങ്കര ക്രൈസാണ്, ഏഞ്ചൽ ബേബി വീട്ടിലേക്ക് കയറും മുമ്പ് ഇങ്ങനെ പറഞ്ഞു. കുറവുകൾ എല്ലാവരും ക്ഷമിക്കണം, ചെറിയ താന്തോന്നി പെണ്ണാണ്, ആലപ്പുഴക്കാർ ഒപ്പം നിൽക്കുമെന്നും ഏഞ്ചൽ പറഞ്ഞു. കൊടുക്കു പൊട്ടിയ കുപ്പായം പാട്ടായിരുന്നു ബേബി വീട്ടിലേക്ക് ഏഞ്ചൽ കയറിയപ്പോഴുള്ള പാട്ട്. ബിഗ് ബോസ് 6ാം സീസൺ മുതലാണ് റസ്മിൻ ബായിയെ മലയാളികൾക്ക് പരിചയം. കോമണറായി ഷോയിലെത്തിയ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് റസ്മിൻ ബായ്. കൊച്ചി സ്വദേശിയായ റസ്മിൻ ഷോയിൽ തരക്കേടില്ലാത്ത പ്രകടനം ആയിരുന്നു നടത്തിയത്. സെന്റ് തെരേസാസ് കോളേജിൽ അധ്യാപികയായിരുന്ന റസ്മിൻ അറിയപ്പെടുന്ന കബഡി താരവുമായിരുന്നു. കബഡിയുമായുള്ള താല്പര്യം കൊണ്ടാണ് +2 ശേഷം റസ്മിൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖല തിരഞ്ഞെടുക്കുകയും കായിക അധ്യാപികയായി മാറാൻ ശ്രമിക്കുന്നത്. ബിഗ് ബോസിന് ശേഷം പഠന തിരക്കുകളിലാണ് റസ്മിൻ. ബിഗ് ബോസ് താരമായ ജാസ്മിൻ, സുഹൃത്തായ റസ്മിൻ ഇവർക്കൊപ്പമുള്ള വീഡിയോസിൽ എത്താറുണ്ട്. യൂട്യൂബ് ചാനൽ സ്വന്തമായുള്ള റസ്മിൻ ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. മദ്രസയിൽ എന്നെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്, 6ാം ക്ലാസ് വരെ ഞാൻ പോയ ആളാണ്. അവിടെ പഠിച്ചത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ദേഷ്യം വരും എന്നാണ് റസ്മിന പറഞ്ഞത്. അത് തിരിച്ചറിവുകളാണ്. ഓരോ ഘട്ടത്തിൽ, ഓരോ പ്രായത്തിൽ ലോകം കാണുമ്പോൾ കിട്ടുന്ന തിരിച്ചറിവുകളാണത്. ഞാൻ ഹ്യൂമാനിറ്റിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാനൊരു മതത്തിലോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് ഒരാൾ പറയുന്നത് കേട്ട് ഇങ്ങനെ നടക്കാം എന്ന് ചിന്തിക്കുന്ന ആളല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അറിഞ്ഞതും മനസ്സിലാക്കിയതും ബന്ധപ്പെടുത്തിയാണ് ഇന്നത്തെ എൻ്റെ ജീവിതം. അല്ലാതെ ചെറുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ആള് പറഞ്ഞു തന്നു അങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആകില്ല.